ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KL20 അനന്തപുരി ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീദേവി. ഞാൻ തിരുവനന്തപുരത്തെ വെടിവെച്ചാങ്കോവിലാണ് താമസിക്കുന്നത്. കൈത്തറിക്ക് പ്രശസ്തമായ ബാലരാമപുരത്തിനടുത്താണിത്. ഇതിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡെയിലി ലൈഫാണ്. അതിൽ പാചകം, ക്ലീനിങ്, പിന്നെ ഇടയ്ക്ക് ചെറു യാത്രകൾ, അങ്ങനെ ദിവസമുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഹസ്ബൻഡും ഞാനും ഞങ്ങളുടെ 2 ആൺകുട്ടികളും ഹസ്ബൻഡിൻ്റെ അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ ഈ കൊച്ചു കുടുംബത്തിലുള്ളത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കിയത്. കുറേ കാലം കൊണ്ട് വിചാരിക്കുകയായിരുന്നു ഒരു വ്ളോഗ് തുടങ്ങാമോയെന്ന്. പിന്നെ ഒരു ചെറിയ മടിയുണ്ടായിരുന്നു. ശരി, ഈ വർഷം മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. കഴിച്ച ശേഷം നനയ്ക്കാനായിട്ടിട്ടു. വെള്ള ഷർട്ട്, പാൻറ്റ് അങ്ങനെയുള്ളതൊക്കെ കയ്യിലാണ് നനയ്ക്കുന്നത്. ബാക്കി മെഷീൻ്റെ ഇടും. അതിനുശേഷം വീടൊക്കെ തൂത്തിട്ടു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. കുക്കറിലാണ് ചോറ് വെച്ചത്. ചോറ് തിളച്ച ശേഷം അടച്ച് വയ്ക്കും. ഒരു വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്യും. പ്രഷർ മാറിയ ശേഷം നോക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ചീമച്ചക്ക, സവാള, തക്കാളി ചേർന്നൊരു സിമ്പിൾ മസാല കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ വാഴയ്ക്ക ഫ്രൈയും. വാഴയ്ക്ക ഫ്രൈയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പിട്ട് മിക്സാക്കിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും. ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് ഇറക്കും. വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്തു. ഇന്നലത്തെ പോത്തിറച്ചി ഉണ്ടായിരുന്നു. ചിക്കൻ മസാല പൗഡറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയ ശേഷം ചീമച്ചക്ക വേഗം വെച്ചിരിക്കുന്നതിൽ ഒഴിച്ചു. കറി താളിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ആ സമയത്ത് ഫ്രൈഡ് കുറച്ചൊന്ന് അടിയിൽ പിടിച്ചു പോയി. അടുക്കി പിടിച്ച പാത്രം വൃത്തിയാക്കാൻ ഒരു ടിപ്പുണ്ട്. കുറച്ച് വെള്ളം ആ പാത്രത്തിൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിനുശേഷം സാധാരണ സ്ക്രബ്ബർ വെച്ച് കഴുകിയാൽ മതി. നന്നായിട്ട് വൃത്തിയാവും. കറി താളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചിട്ട് കറിക്ക് അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഫുഡൊക്കെ റെഡിയായി. അമ്മയ്ക്കുള്ള ഫുഡും ടാബ്ലറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോഴപ്പോഴും പാത്രം കഴുകി വയ്ക്കാം. പക്ഷേ സോപ്പിട്ട് കഴുകണമെങ്കിൽ ആവശ്യം കഴിഞ്ഞ എല്ലാ പാത്രങ്ങളും ഒന്നിച്ചിട്ട് കഴുകാൻ പറ്റത്തുള്ളൂ. മറ്റ് ജോലിക്കിടയ്ക്ക് നമ്മൾ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ സോപ്പിട്ട് കഴുകിക്കൊണ്ടിരുന്ന നമ്മുടെ ജോലി അവിടെ കിടക്കും. അതുകൊണ്ട് എല്ലാ ആവശ്യങ്ങളും എല്ലാ പണിയും കഴിഞ്ഞ ശേഷമാണ് സോപ്പിട്ട് പാത്രം കഴുകുന്നത്.
പാത്രങ്ങളെല്ലാം കഴുകിയ ശേഷം സിങ്ക് കൂടെ കഴുകിയിട്ടു. ആ ഹാൻഡ് വാഷും കുറച്ച് ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടെ ചേർത്താണ് സിങ്ക് കഴുകിയത്. നല്ലപോലെ ക്ലീൻ ആവും. മുകളിൽ തുണിയെടുക്കാൻ വന്നതാണ്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള മരമാണ്. സീതാപ്പഴമല്ലേ അത്, കസ്റ്റർഡ് ആപ്പിൾ. ഇതൊക്കെ നമ്മുടെ കോമ്പൗണ്ടിലുള്ള മരങ്ങളാണ്. ഇത് ഗുൽമോഹർ മരമാണ്. മെയ് ജൂൺ സമയമാകുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് നല്ല ചുവന്ന പൂക്കളായിരിക്കും. നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ആ സമയത്ത് അതിൻ്റെ വീഡിയോ ഇടാം. ഇപ്പോൾ തുണി മടക്കി വയ്ക്കുകയാണ്. തുണി മടക്കി വയ്ക്കുന്നതും പാത്രം കഴുകുന്നതും ഇച്ചിരി മടിയുള്ള ജോലിയാണ് എനിക്ക്. തേക്കാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി വയ്ക്കും. അത് ആഴ്ചയിൽ ഒരിക്കലാണ് തേക്കുന്നത്. ഇനി കുറച്ച് നേരം കിടക്കും. ഉറങ്ങത്തില്ല, വെറുതെ ഒന്ന് കിടക്കും. എന്തെങ്കിലും വായിച്ചുകൊണ്ട് കിടക്കും. അപ്പോഴത്തേക്കും അമ്മയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോം നേഴ്സും വരും. അപ്പം അമ്മയെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ ശേഷം ഇനിയിപ്പം വൈകിട്ടത്തേക്കുള്ള ജോലി നോക്കുകയാണ്. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ്, കുടിക്കാനുള്ള വെള്ളം. ആ പാത്രം കഴുകുകയാണ്. തിളപ്പിക്കാനുള്ള വെള്ളത്തിൽ ഞാനിടുന്നത് ഓരോ ദിവസം ഓരോന്നായിരിക്കും ഇടുന്നത്. ചിലപ്പോൾ കരിങ്ങാലിപ്പൊടി അല്ലെങ്കിൽ രാമച്ചോല്, അതിൻ്റെ പൊടി, പിന്നെ ജീരകം അല്ലെങ്കിൽ തുളസി ഇല, 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ഇട്ടായിരിക്കും വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുന്നത്. ഇന്നിപ്പോൾ ഇട്ടത് രാമച്ചത്തിൻ്റെ ആ പൊടിയാണ്. ഇത് ചായക്ക് വേണ്ടിയിട്ട് വയ്ക്കുകയാണ് വെള്ളം. ഇളയ മോനെ വന്നിട്ട് ബ്ലാക്ക് ടീ ആണ് ഇഷ്ടം. അപ്പോൾ ആദ്യം ബ്ലാക്ക് ടീക്കുള്ളത് മാറ്റിയെടുത്തു. ഇനി അടുത്തതിൽ ചായക്കുള്ള തേയിലയും കൂടെ ഇട്ടു. ഞാൻ ഷുഗർ കുറച്ചേ എടുക്കത്തുള്ളൂ. രാവിലെയുള്ള ചായക്ക് മാത്രം പഞ്ചസാര ഇട്ട് കുടിക്കും. ബാക്കിയുള്ളത് ഞാൻ പഞ്ചസാര ഇടത്തില്ല. അപ്പം വൈകിട്ടത്തേക്ക് കഴിക്കാൻ മിക്സ്ചറുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്തു. അമ്മയ്ക്ക് ഞാൻ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്, ആരോട്ട് ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത്. 2 ദിവസത്തിലൊരിക്കൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കും. രാത്രിക്കലത്തേക്ക് അടദോശയായിരുന്നു. അടദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കാണിച്ചു തരാം. അതും പോത്തിറച്ചിയുടെ ബാക്കിയുണ്ടായിരുന്നു. അതായിരുന്നു നൈറ്റ് എടുത്തത്. ഇവിടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്, പടിഞ്ഞാറക്കോട്ട ഭാഗത്ത്. അവിടെ ഈ അടയും അതിൻ്റെ കോമ്പിനേഷനായിട്ട് അടയും അവിയലും നല്ല ഫേമസ് ആണ്. രാത്രി 1 അല്ലെങ്കിൽ 2 ദോശ ആണ് കഴിക്കുന്നത്. ചപ്പാത്തി ആയതിലും അതുപോലെ തന്നെ. ഡിന്നർ ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. ഇനി നാളെ ഇഡ്ഡലിക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടുകയാണ്. കണക്ക് വന്ന് 4 കപ്പ് അരിക്ക് 1/4 കപ്പ് ഉഴുന്നാണ് ഞാനിടുന്നത്. പിന്നെ 2-3 സ്പൂൺ ഉലുവയിടും. ഉലുവ ഇടുമ്പോഴത്തേക്കും ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും നല്ല സോഫ്റ്റും നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. ഇതിപ്പോൾ രാത്രി കുതിർത്തിട്ടാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അരയ്ക്കുന്നതാണ്. ഇപ്പം ചിലർ ഇഡ്ഡലിക്ക് ഇടുന്നത് ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇടും. ഞാനങ്ങനെയല്ല, ഇങ്ങനെ രണ്ടും ചേർത്താണ് ഇടുന്നത്. അരിയുടെ കൂടെ തന്നെ ഉഴുന്നിടും. നന്നായിട്ട് തന്നെ വരും, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാവും. നാളെ രാവിലത്തേക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട്
കറിക്ക് വേണ്ടിയിട്ട് ചുണ്ടക്കടല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണ്. കിടക്കുന്നതിന് മുമ്പ് ഓരോ ഗ്ലാസ് പാലെടുക്കും. ഇതിപ്പോൾ അമ്മയ്ക്കാണ് പാലെടുക്കുന്നത്. ഒരു പാക്കറ്റ് ഹോർലിക്സ് ലഞ്ചിൻ്റെ അതും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആറ്റിയാണ് കൊടുക്കുന്നത്. കോവിഡ് കാലം മുതൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കുരുമുളക് പൊടി അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ആറ്റിയാണ് കൊടുക്കുന്നത്. കഫം വല്ലതുണ്ടെങ്കിൽ മാറുമല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം. വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കുക.